ഹലോ ഫ്രണ്ട്സ്, ഫാക്ടറി ടിവിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാർഷിക ആവശ്യത്തിനായിട്ട് വളരെയധികം ഉപയോഗിക്കുന്ന യൂറിയ എന്ന വളത്തിന്റെ ഫാക്ടറി മാനുഫാക്ചറിംഗ് പ്രോസസിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അധിക സമയം പാഴാക്കാൻ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം. ലോകത്തിലെ മിക്ക ആളുകളും വ്യവസായങ്ങളുടെയും ടെക്നോളജിയുടെയൊക്കെ മേഖലകളുടെ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറന്നു പോകുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല, അല്ലെ? എന്നാൽ ഒരിക്കലെങ്കിലും ഭക്ഷണമില്ലാതെ ഒരു നേരം കഴിച്ചു കൂട്ടേണ്ടി വരുമ്പോൾ എല്ലാവർക്കും കാർഷിക മേഖലയുടെ പ്രാധാന്യം മനസ്സിലാകും. വൻതോതിൽ കൃഷി നടക്കുന്നത് കൊണ്ടാണ് ഇന്നും ഭക്ഷ്യക്ഷാമം ഇല്ലാതെ പല നാടുകളും പിടിച്ചു നിൽക്കുന്നത്. ഇത്തരത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്നതിന്റെ പിന്നിലെ അടിസ്ഥാന ഘടകങ്ങളാണ് നല്ല ഇനം വിത്തുകളും യൂറിയ എന്ന വളവും. ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ ഘടകമാണ് സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ. ഇവ മൂന്നും ഉപയോഗിച്ചാണ് ചെടികൾ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യുന്നത്. എന്നാൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില മൂലകങ്ങൾ ജലത്തിൽ നിന്നോ സൂര്യപ്രകാശത്തിൽ നിന്നോ ലഭിക്കാറില്ല. സസ്യങ്ങൾക്ക് അവ ലഭിക്കുന്നത് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്ന് ലഭിക്കുന്ന മൂലകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകമാണ് നൈട്രജൻ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമായ മൂലകമാണ് ഈ നൈട്രജൻ. അതുകൊണ്ട് തന്നെ മണ്ണിന്റെ നൈട്രജന്റെ അളവ് കുറഞ്ഞാൽ സസ്യങ്ങളുടെ വളർച്ചയെ അത് സാരമായിട്ട് ബാധിക്കും. അന്തരീക്ഷത്തിൽ നൈട്രജന്റെ അളവ് 78%. എന്നാൽ ചെടികളുടെ വളർച്ചയ്ക്ക് നമുക്ക് മണ്ണിലാണല്ലോ നൈട്രജന്റെ സാന്നിധ്യം വേണ്ടത്. ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നാം വളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കൃഷിയിൽ നിന്നുള്ള ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂറിയ എന്ന വളം ഉപയോഗിക്കുന്നത്. യൂറിയ മണ്ണിൽ ചേർക്കുമ്പോൾ മണ്ണിൽ നൈട്രജന്റെ അളവ് വർദ്ധിക്കുകയും സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ ലഭ്യമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ വളരെയധികം പ്രാധാന്യമുള്ള വളങ്ങളിലൊന്നാണ് യൂറിയ. ആദ്യ യൂറിയ എന്താണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. നിറമില്ലാത്ത പരൽ പോലെ ഇരിക്കുന്ന പദാർത്ഥമായിട്ട് കാണപ്പെടുന്ന യൂറിയയ്ക്ക് കാർബമൈഡ് എന്നും ഒരു പേരുണ്ട്. ഇത് കാർബോണിക് ആസിഡിന്റെ ഒരു ഡയമൈഡാണ്. H2NCO(NH2) എന്നാണ് യൂറിയയുടെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഒരു വളമായിട്ടും തീറ്റ സപ്ലിമെന്റ് ആയിട്ടും പ്ലാസ്റ്റിക്കുകളുടെയും മരുന്നുകളുടെയും നിർമ്മാണത്തിനുള്ള ഒരു പ്രാരംഭ വസ്തുവായിട്ടാണ് യൂറിയ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. 132.7 ഡിഗ്രി സെൽഷ്യസ് അഥവാ 271 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഉരുകുന്ന യൂറിയ തിളപ്പിക്കുന്നതിന് മുമ്പ് വിഘടിക്കുകയും ചെയ്യുന്ന ഒരു പദാർത്ഥമാണ്. ഇനി അല്പം യൂറിയ ചരിത്രം നമുക്ക് നോക്കാം. 1773 ഫ്രഞ്ച് രസതന്ത്രജ്ഞനായിട്ടുള്ള ഹിലിയർ മാരിൻ റൗലാണ് യൂറിയ ആദ്യമായിട്ട് മൂത്രത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തത്. 1828 അമോണിയം സയനൈറ്റിൽ നിന്ന് ജർമ്മൻ രസതന്ത്രജ്ഞനായിട്ടുള്ള ഫെഡറിക് വോലർ പരീക്ഷണശാലയിൽ കൃത്രിമമായിട്ട് യൂറിയ നിർമ്മിച്ചെടുത്തു. ഇനി യൂറിയ എങ്ങനെ നിർമ്മിക്കുന്നു നമുക്ക് നോക്കാം. വാണിജ്യപരമായിട്ട് യൂറിയ ഫാക്ടറിയിൽ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പ്രധാന അസംസ്കൃത വസ്തുക്കളാണ് ലിക്വിഡ് അമോണിയ, ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ. ഈ രണ്ട് പദാർത്ഥങ്ങളും ഉയർന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലും സംയോജിപ്പിച്ച് അമോണിയം കാർബമേറ്റ് നിർമ്മിക്കുന്നു. വളരെ താഴ്ന്ന മർദ്ദത്തിൽ അമോണിയം കാർബമേറ്റ് വിഘടിച്ച യൂറിയയും വെള്ളവുമായിട്ട് മാറുന്നു. ഫാക്ടറിയിൽ എങ്ങനെയാണ് യൂറിയ നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാം. യൂറിയ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ലിക്വിഡ് അമോണിയ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു ആധുനിക അമോണിയ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ആദ്യം നാച്ചുറൽ ഗ്യാസ്, LPG അല്ലെങ്കിൽ പെട്രോളിയം നാഫ്ത എന്നിവയിൽ നിന്നും വാതക ഹൈഡ്രജൻ വേർതിരിക്കുന്നു. ഇത്തരത്തിൽ ഹൈഡ്രോ കാർബണുകളിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള രീതിയാണ് സ്റ്റീം റീഫോമിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ വേർതിരിക്കുന്ന ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ നിന്ന് വേർതിരിച്ച നൈട്രജനുമായിട്ട് സംയോജിപ്പിച്ച് ഹേബർ ബോഷ് പ്രക്രിയയിലൂടെ ലിക്വിഡ് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി യൂറിയ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ലഭിക്കുന്നു എന്ന് പറയാം. അമോണിയ പ്ലാന്റിലെ ലിക്വിഡ് അമോണിയത്തിനൊപ്പം ഉപോൽപ്പന്നമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് യൂറിയ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ അമോണിയം പ്ലാന്റുകളിലാണ് പ്രധാനമായിട്ടും യൂറിയ നിർമ്മാണം നടക്കുന്നത്. യൂറിയ നിർമ്മിക്കാൻ വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ കംപ്രസ് ചെയ്തിട്ട് വാതകാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റുന്നു. യൂറിയ നിർമ്മാണത്തിന് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളാണുള്ളത്. സ്റ്റെപ്പ് 1, ആദ്യ ഘട്ടത്തിൽ ദ്രാവകാവസ്ഥയിലുള്ള അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും റിയാക്ഷൻ ചേംബർ അഥവാ സിന്തസിസ് ടവറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അവിടെ വെച്ച് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ റിയാക്ഷൻ നടന്ന് ലിക്വിഡ് യൂറിയ അല്ലെങ്കിൽ ലിക്വിഡ് അമോണിയം കാർബമൈഡ് നിർമ്മിക്കപ്പെടുന്നു. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയതിനാൽ ധാരാളം ചൂടും ഈ റിയാക്ഷൻ പുറന്തള്ളുന്നു. ഈ ചൂട് പാഴായി പോകാതെ അടുത്ത ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തും. 14 മെഗാ പാസ്കൽ പ്രഷറിലും 170 190 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലുമാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. സ്റ്റെപ്പ് 2, ആദ്യഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ലിക്വിഡ് അമോണിയം കാർബമൈഡ് ഒരു ഡീകമ്പോസറിൽ എത്തിച്ച് വീണ്ടും ചൂടാക്കിയാണ് ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അതോടെ ലിക്വിഡ് അമോണിയം കാർബമൈഡ് വിഘടിച്ച് ലിക്വിഡ് യൂറിയയും വെള്ളവുമായിട്ട് മാറുന്നു. ഈ പ്രക്രിയയ്ക്കൊടുവിൽ നമുക്ക് ലഭിക്കുന്ന ലിക്വിഡ് യൂറിയ പൂർണ്ണമായിട്ട് ശുദ്ധമായതായിരിക്കില്ല. അതിൽ ജലം, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയം കാർബമൈഡ് എന്നിവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അവ നീക്കം ചെയ്യുന്നതിനായിട്ട് ഡിസ്റ്റിലേഷൻ ടവർ, ഇവാപറേറ്റർ എന്നിവ ഉപയോഗിക്കുന്നു. ഉയർന്ന താപനിലയിലും താഴ്ന്ന മർദ്ദത്തിലുമാണ് ലിക്വിഡ് യൂറിയയിൽ നിന്നും അശുദ്ധ പദാർത്ഥങ്ങൾ വേർതിരിക്കുന്നത്. ഡിസ്റ്റിലേഷൻ ടവറിൽ വെച്ച് അമോണിയം കാർബമൈഡ് വിഘടിച്ച് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും ആകുകയും അവ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും. ഇവാപറേറ്റർ ലിക്വിഡ് യൂറിയയിൽ അവശേഷിക്കുന്ന ജലസാന്നിധ്യം നീക്കം ചെയ്യുകയും 99% ശുദ്ധമായിട്ടുള്ള ലിക്വിഡ് യൂറിയ വേർതിരിക്കുകയും ചെയ്യും. സ്റ്റെപ്പ് 3, അടുത്തായിട്ട് 99% ശുദ്ധമായിട്ടുള്ള ലിക്വിഡ് യൂറിയ എത്തുന്നത് പ്രില്ലിംഗ് ടവറിലേക്കാണ്. അവിടെ വെച്ചാണ് ലിക്വിഡ് യൂറിയ ഖരാവസ്ഥ പ്രാപിക്കുന്നത്. ലിക്വിഡ് യൂറിയ പ്രില്ലിംഗ് ടവറിന്റെ മുകളിൽ നിന്നും താഴേക്ക് നോസിലുകൾ വഴി സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം
സമയം തന്നെ കംപ്രസ് ചെയ്ത വായു പ്രില്ലിംഗ് ടവറിന്റെ താഴെ നിന്നും മേലേക്ക് ഒഴുകുന്ന വിധത്തിൽ സംവിധാനം ഒരുക്കുന്നു. ഈ തണുത്ത കാറ്റേറ്റ് ലിക്വിഡ് യൂറിയ തണുത്ത് ഖരമാവുകയും കാറ്റിന്റെ സഹായത്തോടെ പ്രിൽസ് അഥവാ ഗ്രാനുളുകളായിട്ട് രൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. പ്രില്ലിംഗ് ടവറിന്റെ താഴെ ഗ്രാനുളുകളായിട്ട് എത്തുന്ന യൂറിയയെ ഒരു വലിയ റൊട്ടേറ്റിംഗ് ബ്ലേഡ് ശേഖരിച്ച് അതിന് താഴെയുള്ള കൺവെയർ ബെൽറ്റിലേക്ക് നിക്ഷേപിക്കുകയും അത് പിന്നീട് ചാക്കുകളിൽ കൃത്യമായ അളവുകളിൽ നിറയ്ക്കപ്പെടുകയും ചെയ്യും. അതോടെ യൂറിയ നിർമ്മാണം പൂർത്തിയാകുന്നു. എന്നാൽ നിങ്ങൾ കാർഷിക ആവശ്യത്തിനായിട്ട് വാങ്ങുന്ന യൂറിയയുടെ നിറം അല്പം വ്യത്യസ്തമായിട്ട് കണ്ടിട്ടില്ലേ? അത് യൂറിയയിൽ വേപ്പിന്റെ സത്ത് സ്പ്രേ ചെയ്ത് നീം കോട്ടഡ് യൂറിയ ആക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വേപ്പിൻ സത്ത് സ്പ്രേ ചെയ്യാൻ തുടങ്ങിയെന്നോ? അതിന് പിന്നിലൊരു കാരണമുണ്ട്. കർഷകർക്ക് കൃഷി ചെയ്യാൻ വളരെ കുറഞ്ഞ വിലയിൽ യൂറിയ ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ സബ്സിഡി അനുവദിച്ചിരുന്നു. എന്നാൽ ഈ സബ്സിഡി മുതലെടുത്ത് മറ്റു വ്യാവസായിക മേഖലകളിലുള്ളവർ യൂറിയ ഉപയോഗിക്കുകയും ധാരാളം പണം ഉണ്ടാക്കുകയും അതുമൂലം ഉണ്ടാകുന്ന അധിക സബ്സിഡി ബാധ്യത സർക്കാരിന്റെ ചുമലിൽ വരികയും ചെയ്യുന്നു. അങ്ങനെ സബ്സിഡിയുള്ള യൂറിയ മറ്റു മേഖലകളിൽ ഉപയോഗിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് യൂറിയയിൽ വേപ്പിൻ സത്ത് ചേർത്ത് നീം കോട്ടഡ് യൂറിയ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങിയത്. യൂറിയയുടെ ദുരുപയോഗം തടയാൻ കഴിഞ്ഞതിനൊപ്പം കീടങ്ങളെ അകറ്റി നിർത്താനും ഈ നീം കോട്ടഡ് യൂറിയ ഉപകാരപ്പെട്ടു. ഇപ്പോൾ യൂറിയ എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് യൂറിയ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ട് യൂറിയയെക്കുറിച്ച് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.